ഗോകുല്യജി ലീഡിംഗ് ക്യാപ്റ്റനുമായിട്ട് കടന്നു വരുന്നു. അതേ സെന്റ് പയസ് കടന്നു പോകുന്നു. തൊട്ടു പിന്നാലെ ഇതാ ചെറുതന ചുണ്ടന് അതേ 2004 കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് വിജയിപ്പിച്ച അതേ ചെറുതന കടന്നു പോകുന്ന കാഴ്ച, ചെറുതനയും കടന്നു വരുന്ന കാഴ്ച. അങ്ങനെ ജലോത്സവ ലോകത്തെ ചുണ്ടൻ വള്ളങ്ങളുടെ 3-ാം പാദ മത്സരം അവസാനിക്കുമ്പോൾ 4-ാം പാദ മത്സരം സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആരംഭിക്കുവാൻ പോകുന്നു. 1-ാം ട്രാക്കിൽ 10-ാം നമ്പർ വള്ളം നിരണം ബോട്ട് ക്ലബ്ബ് KG എബ്രഹാം ക്യാപ്റ്റൻ, ബിനു ഷാജി ലീഡിംഗ് ക്യാപ്റ്റനായിട്ട് കടന്നു വരുമ്പോൾ 2-ാം ട്രാക്കിൽ 15-ാം നമ്പർ വള്ളം വീയപുരം BBC കൈനഗരി വരികയാണ്. PV മാത്യു ക്യാപ്റ്റൻസിയിൽ, ബൈജു കുട്ടനാട് ലീഡിംഗ് ക്യാപ്റ്റനായി വരുമ്പോൾ 3-ലൂടെ വരുന്നത് 11-ാം നമ്പർ വള്ളം നടുഭാഗം കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ്. അതേ സുധീഷ് കുമാർ ക്യാപ്റ്റനായിട്ട്, അനിൽ കുമാർ ലീഡിംഗ് ക്യാപ്റ്റനായിട്ട് കടന്നു വരുന്നു. 4-ലെ 8-ാം നമ്പർ വള്ളം കരുവാറ്റ ടൗൺ ബോട്ട് ക്ലബ്ബ് കാരിച്ചാൽ, അജിത് കുമാർ കാരിച്ചാൽ ക്യാപ്റ്റനായി ലീഡിംഗ് ക്യാപ്റ്റൻ അഭിലാഷ് ഷേവൂർ ക്യാപ്റ്റനായിട്ട് കടന്നു വരുമ്പോൾ ഇവിടെ വിസ്മയം തീർക്കുവാൻ ജലരാജാക്കന്മാരെത്തുകയാണ്. ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ പ്രഥമ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് ജേതാക്കളാണ് നടുഭാഗം. കഴിഞ്ഞ വർഷത്തെ സീസൺ 3 ജേതാക്കളാണ് വീയപുരം. ഏറ്റുമുട്ടുകയാണ് 1ഉം 3ഉം തമ്മില്. വിട്ടുകൊടുക്കില്ല നിരണം, കരുവാറ്റായും വിട്ടുകൊടുക്കില്ല. ചരിത്രങ്ങളേറെ പറയുവാനുള്ള വള്ളങ്ങള്, ചരിത്രങ്ങളുടെ കഥ പറയുവാനുള്ള ക്ലബ്ബുകള്. കഴിഞ്ഞ വർഷം 6 മൈക്രോ സെക്കൻഡിന് ട്രോഫി നഷ്ടപ്പെട്ട കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് ഇക്കുറി അവതരിപ്പിക്കുന്നത് നടുഭാഗം ചുണ്ടനിലാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചാടിക്കയറിയ പഴയ നടുഭാഗം ചുണ്ടന്റെ പുത്തൻ തലമുറക്കാരൻ, നടുഭാഗം കരയുടെ കണ്ണിലുണ്ണി രോമാഞ്ചം. അതേ നടുഭാഗം എങ്കിൽ വീയപുരം കരക്കാരുടെ വീയപുരം കഴിഞ്ഞ വർഷത്തെ ജേതാക്കള് അവര് കടന്നു വരുന്നു. നിരണവും വീയപുരവും നടുഭാഗവും കരുവാറ്റായും തമ്മിലുള്ള മത്സരം അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ ആരംഭിക്കുവാൻ പോകുന്നു. അതിന്റെ തുടർന്നുള്ള വിവരണത്തിന് ഞാൻ മൈക്ക് D സജി ഹരിപ്പാടിലേക്ക് കൈമാറുകയാണ്. നന്ദി. സി ചമ്പക്കുളം ജോലിയെതിരേറ്റ് ചുണ്ടൻ വള്ളങ്ങളുടെ 4-ാം ഹീറ്റ്സ് മത്സരം ഇതാ സമാരംഭിച്ചിരിക്കുന്നു. അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ചുണ്ടൻ വള്ളങ്ങളുടെ 4-ാം ഹീറ്റ്സ് മത്സരത്തിൽ 1-ാം ട്രാക്കിൽ 10-ാം നമ്പർ വള്ളം നിരണം ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. KG എബ്രഹാമാണ് അതിന്റെ ക്യാപ്റ്റൻ, ബിനു ഷാജിയാണ് അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റൻ. പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ആദ്യത്തെ ചുണ്ടൻ വള്ളമാണ് നിരണം ചുണ്ടൻ. 2-ാം ട്രാക്കിൽ 15-ാം നമ്പർ വള്ളം വീയപുരം വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരിയാണ് തുഴയുന്നത്. BBC കൈനകരിയാണ് തുഴയുന്നത്. PV മാത്യു ആണ് അതിന്റെ ക്യാപ്റ്റൻ, ബൈജു കുട്ടനാടാണ് അതിന്റെ ലീഡിംഗ് ക്യാപ്റ്റൻ. കഴിഞ്ഞ വർഷത്തെ 2023 നെഹ്റു ട്രോഫി ജേതാക്കളാണ് വീയപുരം ചുണ്ടൻ. 2023 ചാമ്പ്യൻസ് ബോട്ട് ലീഗിലെ 12-ൽ 8 മത്സരങ്ങളും വിജയിച്ച് ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ചാമ്പ്യന്മാരായ വള്ളമാണ് വീയപുരമെങ്കിൽ അതിൽ ഇന്ന് തുഴയുന്നത് വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരിയാണ്. 1986-ലും 87-ലും കാരിച്ചാൽ വള്ളത്തിന് നെഹ്റു ട്രോഫി നേടിക്കൊടുത്ത വില്ലേജ് ബോട്ട് ക്ലബ് കൈനകരിയാണ് 2-ാം ട്രാക്കിൽ വീയപുരത്തിൽ കടന്നു വരുന്നതെങ്കിൽ 3-ാം ട്രാക്കിൽ നടുഭാഗമാണ് കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബാണ് അത് തുഴയുന്നത്. സുനീഷ് കുമാറാണ് ക്യാപ്റ്റൻ, അനിൽ കുമാറാണ് ലീഡിംഗ് ക്യാപ്റ്റൻ. ജോലി സൂചിപ്പിച്ചതുപോലെ 2023 നെഹ്റു ട്രോഫിയിൽ 6 മൈക്രോ സെക്കൻഡുകൾക്ക് 2-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബാണ് നടുഭാഗത്തിൽ തുഴയുന്നത്. 1952-ൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പാദസ്പർശമേറ്റ പഴയ നടുഭാഗം ചുണ്ടന്റെ പുതിയ തലമുറക്കാരൻ, പിന്മുറക്കാരനാണ് 3-ാം ട്രാക്കിലൂടെ കടന്നു വരുന്നത്. തുഴയുന്നത് കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബാണ്. 6 തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബ് തുടർച്ചയായി നെഹ്റു ട്രോഫി വള്ളംകളിയുടെ 4ാമത്തെ ഹീറ്റ്സ് മത്സരങ്ങൾ പുരോഗമിക്കുന്നു. നിരണം ചുണ്ടൻ ട്രാക്ക് 1-ൽ, വീയപുരം ട്രാക്ക് 2-ൽ, നടുഭാഗം ട്രാക്ക് 3-ൽ, കരുവാറ്റ ട്രാക്ക് 4-ൽ. ഈ 4 ചുണ്ടൻ വള്ളങ്ങളുടെ ആവേശകരമായിട്ടുള്ള ഹീറ്റ്സ് മത്സരമാണ് നടക്കുന്നത്. ആദ്യ 3 ഹീറ്റ്സുകളും ആവേശം വിളിച്ചുവെങ്കിൽ അതേ ആവേശം ഈ 4ാമത്തെ ഹീറ്റ്സിലും നമുക്ക് ദൃശ്യമാണ്. ജയപ്രകാശ് കിടങ്ങറ അതിന്റെ വിവരണങ്ങൾ നൽകും. ജയപ്രകാശ്, ആരംഭിക്കാം. 4ാം പാദ മത്സരം ഇതാ അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആരംഭിച്ചിരിക്കുന്നു. 1-ാം ട്രാക്കിൽ നിരണം ചുണ്ടൻ, നിരണം ബോട്ട് ക്ലബ്ബ്, KG എബ്രഹാം ക്യാപ്റ്റൻ,
വിനോദ് ഷാജി ലീഡിംഗ് ക്യാപ്റ്റനുമായിട്ടുള്ള 10-ാം നമ്പർ വള്ളം നിരണം ചുണ്ടൻ 1-ാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ 2-ാം ട്രാക്കിൽ വിയ്യപുരമാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ജേതാവാണ്. 15-ാം നമ്പർ വള്ളം 2-ാം ട്രാക്കിൽ BBC കൈനഗരി PV മാത്യു ക്യാപ്റ്റനും ബൈജു കുട്ടനാട് ലീഡിംഗ് ക്യാപ്റ്റനുമായിട്ടുള്ള വള്ളം. 3-ാം ട്രാക്കിലൂടെ നടുഭാഗം കുമരകം ടൗൺ ക്ലബിലൂടെയാണ് സുനീഷ് കുമാർ ക്യാപ്റ്റൻ, അനിൽകുമാർ ലീഡിംഗ് ക്യാപ്റ്റനുമായിട്ട് നടുഭാഗം. 1982, 2019 തുടങ്ങിയ വർഷങ്ങളിൽ നെഹ്റു ട്രോഫി മുത്തമിട്ട ചരിത്രമുള്ള വള്ളം നടുഭാഗം 3-ാം ട്രാക്കിലൂടെ കടന്നു വരുമ്പോൾ 4-ാം ട്രാക്കിലൂടെ കരുവാറ്റ കടന്നു വരികയാണ്. ടൗൺ ബ്ലോക്കപ്പ് കാരിച്ചാൽ തുഴയുന്ന അജിത് കുമാർ കാരിച്ചാൽ ക്യാപ്റ്റനും അഭിലാഷ് ഏവൂർ ലീഡിംഗ് ക്യാപ്റ്റനുമായിട്ടുള്ള കരുവാറ്റ ചുണ്ടം. അങ്ങനെ ജല രാജാക്കന്മാരുടെ ചുണ്ടൻ വള്ളങ്ങളുടെ 4-ാം പ്രാഥമിക മത്സരത്തിൽ തുഴയെറിഞ്ഞ് കടന്നു വരുമ്പോഴത്തേക്ക് ഒപ്പത്തിനൊപ്പം പോരാട്ടം കാഴ്ചവെച്ചുകൊണ്ട് അതിമനോഹരമായിട്ടുള്ള മത്സരം. ആരാണ് പിന്നിൽ ആരാണ് പിറകിൽ പറയുവാൻ നിർവാഹമില്ല. ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഫോട്ടോ ഫിനിഷ് എന്ന് പറയുന്നു. അതെ, 10-ാം നമ്പർ വള്ളം നിരണം ചുണ്ടൻ KG എബ്രഹാം ക്യാപ്റ്റനായിട്ടുള്ള നിരണം വൈദ കടന്നു വരുന്ന 2-ാം ട്രാക്കിൽ 3-ാം ട്രാക്കിലൂടെ കടന്നു വരുന്ന 15-ാം നമ്പർ വള്ളം വിയ്യപുരം. അങ്ങനെ 3-ാം നടുഭാഗം കരുവാറ്റ 4 വള്ളങ്ങളും ഒപ്പത്തിനൊപ്പം പ്രവചനാതീതമായ മത്സരം കാഴ്ചവെച്ചുകൊണ്ടാണ് ഫിനിഷ് ചെയ്തത്. തീർച്ചയായിട്ടും ഫോട്ടോ ഫിനിഷ് ആയിരുന്നു. കാണികൾക്ക് ആവേശം പകരുന്ന തരത്തിലേക്കുള്ള ഒരു മത്സരമാണ് കടന്നുപോയത്. 4-ാം പാദ മത്സരം നിരണം ചുണ്ടനും വിയ്യപുരവും നടുഭാഗവും കരുവാറ്റവയും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിക്കൊണ്ട് ഫിനിഷ് ചെയ്തെങ്കിൽ അടുത്തതായി നടക്കേണ്ടത് 5-ാം പാദ ചുണ്ടൻ വള്ളങ്ങളുടെ പ്രാഥമിക മത്സരമാണ്. ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്